चरखा तो बहुत छोटी चीज़ है ना, लेकिन चरखा शास्त्र भी बनाकर रखा है। जब तक वो चरखा शास्त्र नहीं बना था तब तक हमको पता नहीं था कि चरखा में कितनी शक्ति है। आज तो मेरे जैसा आदमी तो कह देता है कि चरखा में शक्ति इतनी बड़ी है कि हिंदुस्तान को तो आज़ादी दिला सकता है, और सारी दुनिया दे दे तो सारी दुनिया को आज़ादी दिला सकता है। ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന കൈകൊണ്ട് നെയ്ത വസ്ത്രങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഖാദി പ്രേമികൾക്ക് കൊച്ചി ഷോറൂമിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. പരമ്പരാഗതവും ട്രെൻഡിയുമായ ഖാദി വസ്ത്രശേഖരങ്ങൾക്ക് പേരുകേട്ട കേരളത്തിലെ തന്നെ മികച്ച ഖാദി ഷോറൂമുകളിൽ ഒന്നാണ് ഇവിടം. അതെ, കലൂരിലെ ബാനർജി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഖാദി ഗ്രാമ സൗഭാഗ്യയിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. മൈഫിൻ TV അവതരിപ്പിക്കുന്ന ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാമായ ട്രെൻഡിറ്റിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ ഫാബ്രിക് ഓഫ് ഫ്രീഡം അഥവാ ഖാദി. ഖാദി എന്ന തുണിത്തരത്തിന്റെ കാലാതീതമായ ചാരുതയെ തൊട്ടറിയുന്ന ഒരു യാത്രയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ഈ ബക്രീദ് അടുത്തിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഓഫറുകളാണ് ഖാദി നമുക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് നോക്കാം. അതെ, ഖാദിയുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷനും ഓഫറുകളും കണ്ടെത്താൻ ഖാദിയുടെ ലോകത്തേക്ക് നമുക്കൊന്ന് പോയി വരാം. ഇപ്പോൾ ഇതാ എല്ലാ ഖാദി പ്രേമികൾക്കും ഒരു എക്സൈറ്റിംഗ് വാർത്ത വന്നിരിക്കുകയാണ്. ബക്രീദ് ആഘോഷത്തിന്റെ ഭാഗമായി ഖാദി ബോർഡ് ഖാദി വസ്ത്രങ്ങൾക്കും ഗ്രാമീണ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും 30% വരെ പ്രത്യേക കിഴിവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 10 മുതൽ 15 വരെയാണ് ഈ എക്സ്ക്ലൂസീവ് ഓഫർ ലഭ്യമാകുന്നത്. സൂക്ഷ്മവും വിദഗ്ധവുമായി കൈകൊണ്ട് നെയ്തെടുത്ത ഓരോ ഖാദി വസ്ത്രവും പാരമ്പര്യത്തിന്റെയും കരകൗശലത്തിന്റെയും സുസ്ഥിരതയുടെയും കഥ പറയുന്നു. ഷോറൂമിൽ ലഭ്യമായ ചില മികച്ച ഖാദി തുണിത്തരങ്ങൾ നമുക്കൊന്ന് അടുത്തറിയാം. നമസ്കാരം, എൻ്റെ പേര് ലതീഷ് കുമാർ. ഞാൻ ഖാദി ഗ്രാമ സൗഭാഗ്യ ഈ ഷോപ്പിൻ്റെ കലൂർ ഷോപ്പിൻ്റെ മാനേജറാണ്. VIO ആയിട്ടാണ് എൻ്റെ ബേസിക് നെയിം, ഡെസിഗ്നേഷൻ മാനേജർ ഇൻചാർജാണ്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ ഡയറക്ടറുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഷോപ്പാണിത്. ഈ ബോർഡിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈസ് ചെയർമാനായിട്ട് നമ്മളുടെ P. ജയരാജൻ, സെക്രട്ടറി KA രതീഷ്, എൻ്റെ ഡയറക്ടർ ശ്രീ സുധാകരൻ സാറുമാണ്. ഇവരുടെ 3 പേരുടെ കൺട്രോളിലാണ് ഈ ഷോപ്പിൻ്റെ മെയിൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നല്ല അതിശക്തമായിട്ടുള്ള തീരുമാനങ്ങളും സെയിൽസിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ബാക്ക് സപ്പോർട്ടുമാണ് ഈ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും എനിക്കും ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റാഫിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2004 ഈ ബിൽഡിംഗ് തുടങ്ങിയത്. അതിനുശേഷം പല ഘട്ടങ്ങളിലായി ഇതിൻ്റെ റിനോവേഷൻ നടന്നു. കഴിഞ്ഞ ഓണ സീസണിലാണ് ഈ പുതിയ സെക്കൻഡ് ഫ്ലോർ ഈ പുതിയ ഷോറൂം സാരി, ഷർട്ട്, റെഡിമെയ്ഡ് ഐറ്റംസ് ആയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം, നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരമാണ് ഈ ഷോപ്പ് ഈ രീതിയിൽ ഇപ്പം നവീകരിച്ചു വന്നത്. ഫസ്റ്റ് ഫ്ലോറും കൂടി നവീകരിക്കാൻ പോകുന്നുണ്ട്. മിക്കവാറും ഓണത്തിന് മുന്നേ നടക്കും. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് താഴെ നമ്മളിപ്പോൾ ഈ ഷോപ്പ് താഴെയായിരുന്നു, അത് മുകളിലേക്ക് മാറ്റി താഴെ അത് റിനോവേറ്റ് ചെയ്യപ്പെടുകയാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ഷോപ്പാണ് ഈ കലൂർ ഷോപ്പ്. എറണാകുളം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ഷോപ്പ്. ഇതിൻ്റെ മൊത്തം ടേൺ ഓവർ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 കോടി രൂപ മുകളിലേക്ക് വരും. സെയിൽസ് ടേൺ ഓവർ ഏകദേശം ഒരു വർഷത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 5 കോടി രൂപ അടുക്കുകയാണ്. അതിൻ്റെ ഓണം സീസണിലാണ് നമ്മളുടെ മെയിൻ സെയിൽസ് നടക്കുന്നത്. ഓണം സീസണിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ലഭ്യമായ എല്ലാ ഐറ്റങ്ങളും, ഖാദി ഐറ്റങ്ങളെല്ലാം ഈ ഒരു കുടക്കീഴിൽ ഈ ഷോപ്പിൽ ലഭ്യമാണ്. മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സ്ത്രീകൾ ആവശ്യപ്പെട്ട് വരുന്ന സാരികൾ, TNR സാരി, അതുപോലെ തന്നെ പയ്യന്നൂർ പ്രൊഡക്ഷൻ്റെ PK സാരി, ശ്രീകൃഷ്ണപുരം പട്ട്, പാലക്കാടിൻ്റെ പട്ട്, എല്ലാ ഐറ്റവും നമുക്ക് ഇവിടെ ലഭ്യമാണ്. കൂടാതെ
കോട്ടൺ ഐറ്റംസ് എല്ലാ ജില്ലകളിലും ഉൽപ്പാദിപ്പിക്കുന്ന, കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും, ഡബിൾ മുണ്ടുകളായാലും കോട്ടൺ ഷർട്ട് പീസുകളായാലും എല്ലാ ഐറ്റങ്ങളും ഇവിടെ റീസണബിൾ റേറ്റിൽ തന്നെ ലഭ്യമാണ്. അതേപോലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള ഔട്ട്സൈഡ് പർച്ചേസ് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഐറ്റങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതുപോലെ സിൽക്ക് വെറൈറ്റി, സിൽക്ക് ഷർട്ട് വെറൈറ്റി, മുണ്ടുകൾ, അതേപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രീസ് പ്രൊഡക്റ്റ് എല്ലാം ഈ ഒരു ഷോപ്പിൽ യഥേഷ്ടം ലഭ്യമാണ്. പിന്നെ നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഡീലിങ്സ് ആണ് മിക്കവാറും നമ്മളുടെ ഷോപ്പുകളിലോട് ഒരു പ്രചോദനമായിട്ട് കസ്റ്റമേഴ്സ് പറയുന്നത്. അവർക്ക് വന്ന് യഥേഷ്ടം പർച്ചേസ് ചെയ്യാനും ഇവിടെ നമ്മളുടെ സ്റ്റാഫിൻ്റെ ഒരു കോപ്പറേഷനാണ് കസ്റ്റമേഴ്സിൻ്റെ മെയിനായിട്ടുള്ള അവരുടെ ഒരു അഭിപ്രായം. കസ്റ്റമേഴ്സിനോടുള്ള സ്റ്റാഫിന്റെ സമീപനം ഈ ഷോറൂമിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ്. എല്ലാ ഉപഭോക്താക്കളെയും ഏറ്റവും മനോഹരമായാണ് ഖാദി ജീവനക്കാർ പരിഗണിക്കുന്നത്. എൻ്റെ പേര് അസിഗർ. ഞാൻ കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് ഖാദി വസ്ത്രങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് യോജിച്ച് നിൽക്കുന്നത് കൊണ്ട് ഖാദിയെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഖാദിയെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ഖാദി വസ്ത്രങ്ങൾ ധരിക്കുകയും ഖാദിയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കംഫർട്ടബിളായിട്ട് ധരിക്കാൻ, ഏത് സീസണിലും ഉപയോഗിക്കാൻ, ഏത് അന്തരീക്ഷവുമായിട്ട് യോജിച്ച് പോകുന്നത് കൊണ്ട് ഖദർ വസ്ത്രങ്ങൾ, ഖാദി ഉൽപ്പന്നങ്ങൾ എപ്പോഴും നമ്മൾ ധരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എൻ്റെ മാത്രമല്ല, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഓരോ ഭാരതീയൻ്റെയും കർത്തവ്യവും ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഖാദിയെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും ഖാദി നമ്മുടെ ദേശീയ വസ്ത്രമായിട്ട് മാറ്റുകയും ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലാണ്, സാഹചര്യത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഞാൻ ഗീത. ഖാദിയിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ റിബേറ്റ് നോക്കി വന്നതാണ്. മിക്കവാറും റിബേറ്റ് നോക്കി വരാറുണ്ട്. നല്ല വസ്ത്രങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമാവാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഖാദി ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ജുബ്ബ, മുണ്ട് ഇത്യാദികൾ. അപ്പോൾ ഡെയിലി വെയറിന് വളരെ ഉപകാരമാണ്. നമുക്ക് നമ്മളുടെ കാലാവസ്ഥയ്ക്കും ഒക്കെ പറ്റിയൊരു സംഭവമാണ്. തോർത്ത്, പിന്നെ സാരീസ്, അങ്ങനെ ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ്, അങ്ങനെയെല്ലാം നമ്മൾ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ട് തോന്നാറുണ്ട്. പലരോടും അഡ്വൈസ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥാപനമാണ്. ഇവരുടെ കസ്റ്റമർ കെയറും വളരെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. തിരുവാണയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ സൊസൈറ്റി മുഖേന വരാറുണ്ട്. ഓണത്തിന് റിബേറ്റ് വരാറുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. വളരെ സന്തോഷമായിട്ട് പർച്ചേസ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പോൾ നിലവിൽ റിബേറ്റ്, ബക്രീദിൻ്റെ റിബേറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 30% ആണ് ഇപ്പോൾ നമുക്ക് കോട്ടന് കൊടുത്തുകൊണ്ടിരിക്കുന്ന റിബേറ്റുകൾ. സിൽക്കിനും കോട്ടനും 30% റിബേറ്റ് ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ പോളിസ്റ്റർ ഉള്ളന് 20% റിബേറ്റ് ലഭ്യമാണ്. അത് 15-ാം തീയതി വരെ റിബേറ്റ് ലഭിക്കും. അതിന് പിന്നെ മിക്കവാറും ഓണർ റിബേറ്റ് ആയിരിക്കുള്ളൂ വരുന്നത്. റിബേറ്റ് എന്ന് വെച്ചാൽ നീണ്ടു നിൽക്കുന്ന ഒരു 30 ദിവസത്തെ റിബേറ്റ് ഉണ്ടാവും. അപ്പോഴാണ് നമ്മളുടെ ഹൈലൈറ്റ് റിബേറ്റ് ആയിട്ട് വരുന്നത്. ഖാദി എന്നാൽ ഹാൻഡ്സ്പൺ, കൈകൊണ്ട് നെയ്ത തുണി എന്ന് അർത്ഥമാക്കുന്നു. എന്നാൽ നമ്മളുടെ മറ്റു വസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ ഖാദിക്ക് വളരെ സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ഖാദി വെറുമൊരു തുണിയല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകമാണ്. ഖാദി ഷോറൂമിലൂടെയുള്ള ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. മറ്റൊരു പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.